അപ്പോൾ നമ്മൾ സെക്കൻഡ് മോഡിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ്. ദെൻ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ബൈനറി സെർച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബൈനറി സെർച്ച് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ലീനിയർ സെർച്ച് പോലെ 1 by 1 ആയിട്ട് സീക്വൻഷ്യലായിട്ട് സെർച്ച് ചെയ്യേണ്ട, എന്താക്കാം, ഡിവൈഡ് ആൻഡ് കോൺകർ യൂസ് ചെയ്തിട്ട് മിഡിൽ പോയിന്റ് കണ്ടെത്തി ദെൻ എന്താണ് ബാക്കിയുള്ള പോർഷൻസ് റിമൂവ് ചെയ്യും, അഗെയിൻ ഡിവൈഡ് ചെയ്യും, മിഡിൽ പോയിൻറ്റ്സ് കണ്ടെത്തും. അങ്ങനെ നമുക്ക് എന്താണ് നമ്മളെ ടാർഗറ്റ് എലമെൻറ്റ് റീച്ച് ചെയ്യണവരെ നമുക്ക് മിഡിൽ പോർഷൻസ് കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് ആ സെർച്ചിങ് നടത്താമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് മെർജ് സോർട്ട്. അതായത് മെർജ് സോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ബൈനറി സെർച്ചിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? സെർച്ചിങ് ആണ് ചെയ്തത്. മെർജ് സോർട്ടിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സോർട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്ത് യൂസ് ചെയ്തിട്ട്? ഡിവൈഡ് ആൻഡ് കോൺകർ സോർട്ടിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു അൺസോർട്ടഡ് അറേനെ നമ്മൾ എന്ത് രീതിയിലാക്കണം? സോർട്ടഡ് അറേയിലേക്കായിട്ട് മാറ്റണം. ഫോർ എക്സാമ്പിൾ ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു 38, 10, 5, 2, 1 എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് എങ്ങനെ ആക്കണം? 1, 2, 38, 45 എന്ന രീതിയിൽ സോർട്ടഡ് ആയിട്ട് അറേയാക്കി മാറ്റണം. അതിന് വേണ്ടി ഈസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം. ദെൻ വാട്ട് ഈസ് മെർജ് സോർട്ട്? നമുക്കറിയാം മെർജ് സോർട്ട് ഈസ് എ സ്റ്റേബിൾ comparison based sorting algorithm. It follows the divide and conquer strategy. ഇതിൽ നമുക്ക് എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി. അതായത് ഡിവൈഡ് ഉണ്ടാകും, കോൺകർ ഉണ്ടാകും, മെർജ് ഉണ്ടാകും. Then it repeatedly divide the array into smaller halves. Each half is sorted separately. Then finally the sorted half are merged to get the final sorted array. ഇത്ര ഒരു പർപ്പസുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് മെർജ് സോർട്ടിൽ. അതായത് നമുക്കൊരു അറേ ഉണ്ടാകും, ആ അറേനെ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, ദെൻ ഓരോ പാർട്ടിനെയും എഗെയിൻ ഹാഫാക്കി മാറ്റും, ദെൻ ആ ഹാഫുള്ള പോർഷൻസിനെ സോർട്ട് ചെയ്യും. അപ്പോൾ 2 പോർഷൻസ് സോർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ എഗെയിൻ എന്താക്കും? ആ 2 പോർഷൻസിൽ കൂടിയും ഒരു ഫൈനൽ സോർട്ട് ചെയ്തിട്ട് മെർജ് ചെയ്യാണ് ചെയ്യുക. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ സ്റ്റെപ്സ് ആണ്. ഡിവൈഡ്, കോൺകർ, കമ്പൈൻ പറഞ്ഞ 3 സ്റ്റെപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡിവൈഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്പ്ലിറ്റ് ദ ഇൻപുട്ട് അറേ ഇൻറ്റു 2 ഹാഫ്സ്. ഒരു ഇൻപുട്ട് അറേ ഉണ്ട്, അതിനെ 2 പാർട്ടാക്കിയിട്ട് മാറ്റും. എന്നിട്ട് കോൺകറിലോ റിക്കേഴ്സിലി സോർട്ട് ഈച്ച് ഹാഫ്. 2 ഹാഫ് ആക്കിയ സാധനം നമ്മൾ എന്താക്കും? മാറ്റും, സോർട്ട് ചെയ്യും. ആ 2 പാർട്ടുകളും സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്യും. അതായത് 2 പാർട്ടിൽ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് നല്ല മനസ്സിലാവും. അപ്പോൾ നോക്കുക, 2 പാർട്ടാക്കി മാറ്റും. ആ പാർട്ട് ഓരോ പാർട്ടിനെയും സോർട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് കമ്പൈൻ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? മെർജ് ദ 2 സോർട്ടഡ് ഹാഫ് ഇൻറ്റു 1 സോർട്ടഡ് അറേ. 2 മെർജാക്കിയ സാധനം, സോർട്ട് ചെയ്ത സാധനം ഒന്നാക്കി 1 സോർട്ടഡ് അറേ ആക്കിയിട്ട് മെർജ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളെ കയ്യിൽ ഒരു അറേ ഉണ്ട്. അറയിലുള്ള എലമെൻറ്റ്സ് ആണ് 38, 27, 43, 10 ഇല്ലേ? ഒരു അറേ ഉണ്ട്. ഇത് എന്താണ്? സോർട്ടഡ് അറേ ആണോ ഉള്ളത്? അല്ല, അൺസോർട്ടഡ് ആണ്. കാരണം 38 കഴിഞ്ഞിട്ടാണ് 27 വരുന്നത്. 27നെക്കാട്ടിലും വലുതാണ് 43, അത് കറക്റ്റാണ്. പക്ഷേ 43നെക്കാട്ടിലും ചെറുതാണ് 10. ഇതൊരു സോർട്ടഡ് ആണോ? അല്ല, ഇതൊരു അൺസോർട്ടഡ് ആയിട്ടാണ് ഉള്ളത്. അൺസോർട്ടഡ്, ഒരിക്കലും സോർട്ടഡ് അല്ല. അപ്പം നമുക്ക് ഇതിനെ എന്താക്കി മാറ്റണം? സോർട്ടഡ് ആക്കിയിട്ട് മാറ്റണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഡിവൈഡ് എന്ന സ്റ്റെപ്പ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഡിവൈഡ് മീൻസ് എന്താ? സ്പ്ലിറ്റ് ദ ഇൻപുട്ട് ഇൻറ്റു 2 ഹാഫ്സ്. 2 ഹാഫ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് ആദ്യം 38ഉം 27 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ഇവിടെ എന്താക്കി സ്പ്ലിറ്റ് ചെയ്തു? 43ഉം 10ഉം ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്താക്കണം? എഗെയിൻ ഡിവൈഡ് ചെയ്യണം. എന്താണ്? സ്പ്ലിറ്റ് ദ അറേ ഇൻറ്റു 2 ഹാഫ്സ്. ദെൻ നമ്മൾ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തു. 38 ആക്കി, ഇവിടെ 27 ആക്കി, ദെൻ ഇവിടെ എന്താക്കി? 43 ആക്കി, ദെൻ 10 ആക്കി, എഗെയിൻ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഡിവൈഡ് ചെയ്ത സാധനത്തിനെ
നമ്മൾ കോൺകർ ചെയ്തു. ഇപ്പോൾ റിക്കേഴ്സിലി സോർട്ട് ഈച്ച് ഹാഫ് കോൺകർ ചെയ്യണം. ഓരോ ഹാഫിനും എന്താക്കണം, റിക്കേഴ്സീവ്ലി സോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 2 ഹാഫ് സോർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 27ഉം 38ഉം ഇവിടെ സോർട്ട് ചെയ്ത് കിട്ടി അല്ലേ. അപ്പോൾ പകുതി ഹാഫ് നമ്മൾ ഇവിടെ സോർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ സോർട്ട് ചെയ്തു 10ഉം 43 ആക്കി സോർട്ട് ചെയ്തു അല്ലേ. ഇനി നമ്മളത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, മെർജ് ദ 2 സോർട്ടഡ് ഹാഫ് ഇൻറ്റു 1 സോർട്ടഡ് അറേ. ഇനി ഈ ഒരു സംഭവം മുഴുവൻ ഇപ്പോൾ 2 പോർഷൻസ് അല്ലേ ഉള്ളത്, അത് ഒറ്റ പോർഷൻസ് ആക്കിയിട്ട് എന്താക്കി മാറ്റാനാണ് പറഞ്ഞത്, മെർജ് ദ 2 സോർട്ടഡ് ഹാഫ്. നമ്മൾ 2 സോർട്ടഡ് ഹാഫിനെ മെർജ് ചെയ്തിട്ട് 1 സോർട്ടഡ് അറേ ആക്കി മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വരിക, നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടുക, 10, 27, 38, 45. കണ്ടോ, ഈസി ആയിട്ട് നമ്മൾ അൺസോർട്ടഡ് ഉള്ള സാധനം എന്താക്കി മാറ്റി, സോർട്ടഡ് അറയാക്കി മാറ്റി. എങ്ങനെ സോർട്ടഡ് അറയാക്കി മാറ്റി, ആദ്യം നമ്മളൊരു അറേ ഉണ്ടായിരുന്നു, ആ അറേനെ 2 ഹാഫ്സ് ആക്കി സോർട്ട് ചെയ്തു, 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എഗെയിൻ എന്താക്കി, ഓരോ ഹാഫിനെയും എഗെയിൻ റിക്കേഴ്സീവ്ലി ഹാഫ് ആക്കിയിട്ട് 2നെയും സോർട്ട് ചെയ്ത് മാറ്റി. ദെൻ ആ സോർട്ട് ചെയ്ത സാധനത്തിനൊക്കെ നമ്മൾ എന്താക്കി, 2 സോർട്ടഡ് സാധനത്തിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റൊരു 1 സോർട്ടഡ് അറയാക്കി മാറ്റി. ഇതാണ് ഇത്ര ഓപ്പറേഷൻസ് ആണ് എന്തിൽ നടക്കുന്നത്, മെർജ് സോർട്ടിൽ നടക്കുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. ഡിവൈഡ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ദ ഇൻപുട്ട് അറേ ഇൻറ്റു 2 ഹാഫ്സ് ആക്കി മാറ്റി, എന്നിട്ട് പിന്നെയും അഗെയിൻ അതിനെ ഹാഫ് ആക്കിയിട്ട് അതിനെ സോർട്ട് ചെയ്തു. ദെൻ ആ 2 സോർട്ട് ചെയ്ത സാധനത്തിനെ മെർജ് ചെയ്തിട്ട് ഒറ്റൊരു സോർട്ടഡ് അറയാക്കി മാറ്റി. ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ കമ്പൈൻ പറഞ്ഞ സ്റ്റെപ്പിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്തത് എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. 38, 27, 43, 10 ഉണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്തു. ദെൻ 38ഉം 27ഉം 43ഉം 10ഉം ആക്കി മാറ്റി. അഗെയിൻ ഡിവൈഡ് ചെയ്തു, എന്താക്കി, 38ഉം 27ഉം ആയി, ഇവിടെ 43ഉം 10ഉം ആയി. ദെൻ നമ്മൾ എന്താക്കി, അതിനെ മെർജ് ചെയ്തു, മെർജ് അല്ല കോൺകർ ചെയ്തു, കാരണം സോർട്ടഡ് ആയിട്ട് മാറ്റി. 27ഉം 38ഉം ആയി, 10ഉം 43ഉം ആയി. ദെൻ ഫൈനൽ മെർജിൽ ആ 2 സോർട്ടഡ് അറേസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 1 സിംഗിൾ സോർട്ടഡ് അറേ ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10, 27, 38, 43 അല്ലേ. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്, സോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ പറഞ്ഞത്, കമ്പയർ ദ ഫസ്റ്റ് എലമെൻറ്റ് ടു 2 സോർട്ടഡ് അറേസ്, take the smaller element and put into the result, repeat the comparison until one array become empty, then copy the remaining element. For this example 27, 38, then 10, 43 നമ്മൾ മെർജ് ചെയ്തിട്ട് എന്താക്കി മാറ്റി, 10, 27, 38, 43 ആക്കി മാറ്റി. ദെൻ ഇതാണ് നമ്മൾ അൽഗോരിതം. മെർജിൻ്റെ അൽഗോരിതം എന്താടാ, ഇവിടെ പറഞ്ഞത് തന്നെ, നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം തന്നെ, ക്രിയേറ്റ് ദ ടെമ്പററി അറേ, ഒരു ടെമ്പററി അറേ ക്രിയേറ്റ് ചെയ്തു. ദെൻ കമ്പയർ എലമെൻറ്റ് ഫ്രം ബോത്ത് അറേ, 2 എലമെൻറ്റുള്ള രണ്ട് അറയിലുള്ള എലമെൻറ്റ്സും കമ്പയർ ചെയ്തു. നമ്മൾ സ്മോളർ എലമെൻറ്റിനെ എടുത്തു, എന്നിട്ട് എന്താക്കി, പ്ലേസ് ഇറ്റ് ഇൻ ടു ദ റിസൾട്ട് അറയിലേക്ക് പ്ലേസ് ചെയ്തു. കണ്ടിന്യൂ അണ്ടിൽ ദ എലമെൻറ്റ്സ് ആർ കമ്പയർഡ്, കോപ്പി ദ റിമൈനിങ് എലമെൻറ്റ്സ്, ദ റിസൾട്ട് ഈസ് ഓൾറെഡി മെർജ്ഡ് അറേ അല്ലേ. ഇത് നിങ്ങൾ എങ്ങനെയാണോ ആ പ്രോഗ്രാമിൻ്റെ ആൻസർ ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എഴുതിയാൽ മതി, ഇതന്നെ കാണാതെ പഠിച്ചണമെന്നില്ല. ദെൻ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഒരു റെക്കറൻസ് റിലേഷനാണ് എന്ത്, മെർജ് സോർട്ടിൻ്റെ റെക്കറൻസ് റിലേഷനാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, എന്താണ് മെർജ് സോർട്ട്, ടി ഓഫ് എൻ ഈക്വൽ ടു 2t ഓഫ് n/2 പ്ലസ് തീറ്റ ഓഫ് n ആണ് അല്ലേ. ദ അറേ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സബ് പ്രോബ്ലംസ്, ഈച്ച് ഓഫ് സൈസ് ഈസ് n/2 അല്ലേ. 2 സബ് പ്രോബ്ലം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 2t ഓഫ് എന്താണ്, ഈച്ച് സൈസ് എന്താണ്, n/2 ആണ്. ദെൻ മെർജിങ് ഓപ്പറേഷൻ എത്ര ടൈം എടുക്കുന്നാണ് പറയുന്നത്, തീറ്റ ഓഫ് n ടൈം എടുക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം അല്ലേ. നമ്മളെങ്ങനെ ഇത് സോൾവ് ചെയ്തിരുന്നത്, മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ടാണ്. മെർജ് സോർട്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെ തന്നടാ, ടി ഓഫ് n 2 ഹാഫ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എത്ര സബ് പ്രോബ്ലംസ് ഉണ്ട്, n/2 സബ് പ്രോബ്ലംസ്. എത്ര ടൈമാണ് എടുക്കുന്നത്, തീറ്റ ഓഫ് n ടൈമാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എ എന്താ, a ഈക്വൽ ടു 2 കിട്ടി, b ഈക്വൽ ടു 2 കിട്ടി. ദെൻ എഫ് ഓഫ് n ഈക്വൽ ടു എന്താ കിട്ടിയത്, തീറ്റ ഓഫ് n കിട്ടി അല്ലേ. നമുക്കിത് എന്ത് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യണം, മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ എന്ത് കണ്ടെടുത്തണം, ടി ഓഫ് n കണ്ടെടുത്തണം അല്ലേ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, n⁻log BA ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ n⁻log
2/2 എന്ന് കിട്ടി. അതെന്താടാ n1 അല്ലേ, അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടി n1 എന്ന് കിട്ടി. ദെൻ n⁻log BAയും f(n)ഉം കമ്പയർ ചെയ്തു. ഇതെന്താണ് n⁻log BA എന്താണ് n ആണ്. f(n) നമുക്ക് എന്താടാ കിട്ടിയത് ഓൾസോ θ(n) അല്ലേ, നമ്മൾ n എടുത്താൽ മതി. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഏത് കേസ് അപ്ലൈ ചെയ്യണം, കേസ് 2 അപ്ലൈ ചെയ്യണം അല്ലടാ. രണ്ട് കേസ് ഈക്വൽ ആണ്, θ(n) ആണ് ദെൻ n ആണ്. അപ്പോൾ രണ്ട് കേസും ഈക്വൽ ആയതുകൊണ്ട് കേസ് 2 അപ്ലൈ ചെയ്യണം. കേസ് 2 എന്തിനാടാ T(n) ഈക്വൽ ടു എന്താണ് n⁻log BA log n ആണ്, ഓർമ്മല്ലേ. ദെൻ അവിടെ എന്താണ് നമുക്ക് കിട്ടിയത് n, ഇവിടെ log n. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്താടാ big of θ(n) log n. ഇതാണ് അതിൻ്റെ കോംപ്ലിസിറ്റി. നമ്മൾ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് എന്താക്കി അത് സോൾവ് ചെയ്തു. മാസ്റ്റേഴ്സ് തിയറത്തിൽ T(n) നമുക്ക് എന്താണ് തന്നിരുന്നത് A(T(n)/B + f(n) അല്ലേ. അല്ലെ ഇതിൻ്റെത് എന്താണ് സോർട്ടിങ്ങിൻ്റെത് എന്താണ് 2(T(n)/2 + θ(n) ആണ്. സോർട്ടിൻ്റെ റെക്കറൻസ് റിലേഷൻ നമ്മൾ പറഞ്ഞു 2T(n/2 + θ(n). അത് നമ്മൾ സോൾവ് ചെയ്യൂ അല്ലേ. സോൾവ് ചെയ്തു എന്ത് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തത്, മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട്. ഞാൻ അപ്പോൾ സോൾവ് ചെയ്ത് കാണിച്ചെന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ എന്താ എടുത്തു A = 2 എടുത്തു, B = 2 എടുത്തു, f(n) എന്താ എടുത്തത് θ(n) എടുത്തു. ദെൻ n⁻log BA കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി n⁻log 2 × 2 കിട്ടി. അതിനെന്താക്കി n⁻1 കൊടുത്തു. ദെൻ f(n)ഉം n⁻log BAയും കമ്പയർ ചെയ്തു. രണ്ടും ഈക്വൽ ആണ്, രണ്ടും എന്താണ് n ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കേസ് 2 അപ്ലൈ ചെയ്യണം. കേസ് 2 നമുക്കറിയാം എന്താണ് T(n) = θ(n⁻log BA log n ആണ്. സോ n⁻log BA നമുക്ക് എന്താണ് കിട്ടിയത് n കിട്ടി. ദെൻ log n കൊടുത്തു. അപ്പോൾ റിസൾട്ട് എന്താണ് വരുന്നത് T(n) = θ(n log n) ആണ്. ഇതാണ് മെർജ് സോർട്ടിൻ്റെ അൽഗോരിതം നമ്മൾ റെക്കറൻസ് യൂസ് ചെയ്തിട്ട് മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തത്. ദെൻ അപ്പം അമ്മേൻ്റെ കോംപ്ലിസിറ്റി എന്താടാ വരിക, ബെസ്റ്റ് കേസ് n log n ആണ്, ആവറേജ് കേസും n log n ആണ്, വേസ്റ്റ് കേസും n log n ആണ്. ദെൻ അതിൻ്റെ സ്പേസ് കോംപ്ലിസിറ്റി എന്താ ഓർഡർ ഓഫ് n ആണ്. ദെൻ സ്റ്റെബിലിറ്റി മെർജ് സോർട്ട് സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം ആണ്. മറക്കരുത് മെർജ് സോർട്ട് എന്താണ് സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം ആണ്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താ അപ്പം വരിക സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഓർഡർ ഓഫ് n log n ആണ്. എന്ത് വേസ്റ്റ് കേസിലൊക്കെ എന്താണ് വരുന്നത് ഗ്യാരണ്ടീസ് ഓർഡർ ഓഫ് n log n ടൈം ആണ്. വേസ്റ്റ് കേസ് പോലും അതിൻ്റെ അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n log n ആണ്. സിമ്പിൾ റിക്കസീവ് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രക്ചർ ആണ് അല്ലേ. വർക്ക് വെൽ ഫോർ ലാർജർ ഡാറ്റ സെറ്റിൽ വർക്ക് ചെയ്യും. സൂട്ടബിൾ ഫോർ പാരലൽ പ്രോസസ്സിംഗ് ആണ്. യൂസ്ഫുൾ വെൻ സ്റ്റേബിൾ സോർട്ടിംഗ് റിക്വയർഡ്. ഇതിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, എന്താണ് എക്സ്ട്രാ മെമ്മറി വേണ്ടി വരും. ഫോർ ടെമ്പററി അറേസിന് എക്സ്ട്രാ മെമ്മറി വേണ്ടി വരും, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നോർമൽ നോട്ട് ആൻഡ് ഇൻ പ്ലേസ് സോർട്ടിംഗ് അൽഗോരിതംസിന് അത് നോർമൽ അല്ല. then can be slower for very small arrays compared to the simple algorithm such insertion to sort of compare ചെയ്യുമ്പോൾ എന്താണ് വെരി സ്മോളർ അറേസിന് എന്താണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആക്കിയിട്ടാണ് പറഞ്ഞത്. ദെൻ മെർജിങ് പ്രോസസ്സിന് എന്ത് വേണ്ടി വരും എക്സ്ട്രാ കോപ്പിയിങ് വേണ്ടി വരും. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത് മെർജ് സോർട്ടിൽ പഠിക്കാനുള്ളത്. എന്താണ് മെർജ് സോർട്ട് എന്ന് പറയാം, ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ് മെർജ് സോർട്ട്. സ്റ്റേബിൾ ആണ്. ഡിവൈഡിൽ കോൺകറിലും കമ്പയിലും എന്തൊക്കെ സ്റ്റെപ്പാണ് നടക്കുന്നത് പറയാം. ഡിവൈഡിൽ സ്പ്ലിറ്റ് ദ അറേ ഇൻറ്റു 2 ഹാഫ്സ് ആണ്. കോൺകറിൽ റിക്കോഴ്സിലി സോർട്ട് ബോത്ത് ഹാഫ്സ്. ദെൻ കമ്പയിലിൽ മെർജ് ദ സോർട്ടഡ് ഹാഫ്. പിന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ സോർട്ടിങ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ അൽഗോരിതം എഴുതുക. ദെൻ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് T(n) കൊടുത്തു. റെക്കറൻസ് റിലേഷൻ എന്താ അതിൻ്റെത് 2T(n/2 + θ(n) ആണ്. അത് മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടെത്തി. അപ്പോൾ എന്താ വന്നത് θ(n log n) ആണ്. ആവറേജ് കേസിലും ബെസ്റ്റ് കേസിലും വേഴ്സ്റ്റ് കേസിലും ഒക്കെ അതിൻ്റെ കോംപ്ലക്സിറ്റി അതുതന്നെയാണ്. സ്പേസ് കോംപ്ലക്സിറ്റി കണ്ടു. ഇതെന്താണ് സ്റ്റാബിൾ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം ആണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് എന്തിൽ പഠിക്കാനുള്ളത് മെർജ് സോർട്ടിൽ പഠിക്കുക.